സഹാബാക്കളുടെ കൂട്ടത്തിലെ ഒരു സവിശേഷ വ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സാഹചര്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത് ഫീഹി ഇൻദഹു ഖബ്വ. ഞാൻ ആരെയൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചോ അവരെല്ലാവരും അല്പമൊന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ട്. ഇല്ലാ മാ കാന മിൻ അബീബക്കർ ബിൻ അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴികെ. അദ്ദേഹം അല്പം പോലും ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്കിനെ അങ്ങനെ തന്നെ കേൾക്കുകയും അതുപോലെ സ്വീകരിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു സത്യത്തെ സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹം ജീവിതകാലത്തിലുടനീളം പുലർത്തിപ്പോന്നു. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വാക്ക് കേട്ടാൽ, ഒരു കാര്യം പുതുതായി അറിഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും അതതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒരു ശീലം. നബിയും അബൂബക്കർ റളിയല്ലാഹുവിനും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമാണ് ആകെ ഉണ്ടായിരുന്നത്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ വളരെ സ്വീകാര്യനായൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ ഔദാര്യ മനസ്സുകൊണ്ടുമൊക്കെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ പ്രധാനികളായ പലരെയും ചെന്ന് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ക്ഷണിച്ച പ്രമുഖരായ ചില വ്യക്തികളുണ്ട്. അവരെല്ലാവരും പിൽക്കാലത്ത് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വലിയ ഭാഗമായി മാറിയിട്ടുള്ളവരാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുള്ള വ്യക്തികളാണ് അവരെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലാണ് എന്ന് സന്തോഷവാർത്ത അറിയിച്ച വ്യക്തികളാണ് ആ പറയപ്പെടുന്ന വ്യക്തികളെല്ലാം. അതിലൊന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. റുഖിയ, ഉമ്മു കുൽസൂം, ഈ 2 മക്കളെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ 3ാമത്തെ ഖലീഫയും കൂടിയാണ്. ധാരാളം സമ്പത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ച, വിശുദ്ധ ഖുർആൻ ദീർഘമായി ഓതാറുണ്ടായിരുന്ന, ഖുർആന് വേണ്ടി വലിയ വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അതുല്യമായ വ്യക്തിത്വമാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് കാരണക്കാരനായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ മറ്റൊരു സഹാബിയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിൻ്റെ പിതാവ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. സുബൈർ റളിയല്ലാഹുവിൻ്റെ ഉമ്മയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുല്ലായുടെ സഹോദരിയുമാണ്. ഇങ്ങനെ സുബൈർ റളിയല്ലാഹുവിൻ്റെ ഉമ്മ വഴിയും ഉപ്പ വഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ്. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനും കാരണക്കാരനായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയാണ് സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു സഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഹിജറ 2 പ്രാവശ്യം ഹിജറ ചെയ്യാൻ അവസരം കിട്ടിയ വ്യക്തി. അബസീനയിലേക്ക് ഹിജറ പോയി, അതിനുശേഷം മടങ്ങി വന്ന് വീണ്ടും മദീനയിലേക്ക് ഹിജറ പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലെ വലിയ സമ്പന്നനായിരുന്നു. അനേകം സമ്പത്ത് ദീനിൻ്റെ മാർഗത്തിൽ പല സന്ദർഭങ്ങളിലായി ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സഹാബിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ശേഷമുള്ള ഖലീഫ ആരാകണം എന്ന കാര്യത്തിൽ 6 പേരുടെ പേര് നിശ്ചയിച്ചപ്പോൾ അതിൽ തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ യോഗ്യനായ, സമ്പന്നനായ, പ്രബലനായ, പ്രമുഖനായ ഒരു സഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് കാരണക്കാരനായതും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാം സ്വീകരിച്ച മറ്റൊരു സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഴിയുള്ള വളരെ അടുത്ത ബന്ധുവാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ മറ്റൊരു സഹാബിയാണ് തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം തന്നെ തീർത്ത മഹാനായ സഹാബി, ധീരനായ സഹാബി. ഇങ്ങനെ മഹത് ഗുണങ്ങളുള്ള, ചരിത്രത്തിൽ
വലിയ സ്ഥാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വർഗത്തിലാണ് എന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തനിക്ക് ശേഷം ആര് ഖലീഫയാകണമെന്ന തീരുമാനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത വ്യക്തികളിൽ 6 പേരിൽ പ്രധാനികളായ ഈ പറയപ്പെട്ടവരെല്ലാം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷണപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഒരു കാര്യം, നന്മയായ കാര്യം കേൾക്കുന്നു, അതിനെ അതുപോലെ തന്നെ സ്വീകരിക്കുന്നു, ഏറ്റവും അടുത്ത ആൾക്കാരിലേക്ക് അപ്പോൾ തന്നെ ആ വിവരം എത്തിക്കുന്നു, അവരെയും കൂടെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് ഓരോരുത്തരും പാലിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഉള്ള ഒരു മനസ്സ്, വിശേഷിച്ചും ദീനിയായ നന്മകളെ കേൾക്കുക, കേൾക്കുന്നതോടൊപ്പം ജീവിതത്തിൽ അത് പാലിക്കുന്നത് പോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഈ ഒരു വലിയ പാഠം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്.